ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ പടവലങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട് വീഡിയോയ്ക്ക്. ആ ഹൈപ്പ് ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മുടെ ലൈക്കൊക്കെ ചെയ്യുന്ന ആ ഒരു റോയിൽ ഡൗൺലോഡ് എന്നൊക്കെ കൊടുക്കുമല്ലോ, ആ ഒരു റോയിൽ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഓക്കെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതുപോലെ ഒരു കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് അരിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് ഏകദേശം ഒരു 1.5 പിടിയോളം കടലപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, തൂരപ്പരിപ്പല്ല, കടലപ്പരിപ്പാണ്, 1.5 പിടിയോളം എടുക്കുക. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഒരു ചെറിയ തക്കാളിയാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ ഒരു അരമുറി എടുത്താൽ മതി. മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ അരമുറി. ഒരു ചെറിയ സവോള, അതല്ലെങ്കിൽ ഒരു സവോളയുടെ അരമുറി, ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഉപ്പും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 2 നുള്ള് കായപ്പൊടി ചേർക്കുക. 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വിസിൽ കേൾപ്പിച്ചെടുക്കാം. വെന്ത് ഉടയരുത്, എന്നാൽ നന്നായി വേവുകയും വേണം. ആ ഒരു പരുവം വേണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കാം. കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. 2-3 മണിക്കൂർ കുതിർത്തിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ഇടുന്നതുകൊണ്ട് തന്നെ ഒരു 3-4 വിസിൽ കേൾപ്പിച്ചെടുക്കണം കേട്ടോ. ഉടയരുത്, എന്നാൽ നല്ല വേവും വേണം. ആ ഒരു പരുവം. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ. ആ സമയത്ത് നമുക്ക് പടവലങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെക്കാം കേട്ടോ. ഒരുപാട് വലിയ പീസാക്കണ്ട, ഒരു മീഡിയം ടൈപ്പുള്ള പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ചട്ടി എടുക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്കും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഇത്തിരി കടുകും സ്വല്പം ഉഴുന്നും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഉഴുന്നങ്ങ് ഒരുപാട് ഇടരുത്, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 5-6 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഇട്ടങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പടവലങ്ങ ഒരുവിധം ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ഓൾറെഡി ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പടവലങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു കഷ്ണം മതി കേട്ടോ, ഒരുപാട് വലിയ പീസൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പടവലങ്ങ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പടവലങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പടവലങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ പടവലങ്ങ റെസിപ്പീസിൻ്റെയും ലിങ്ക് ആ പ്ലേലിസ്റ്റിലുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടാവും. അതിനെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു മിനിറ്റ് നമുക്ക് ഈ പടവലങ്ങ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എണ്ണ വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ പരിപ്പ് ഉണ്ടാവാൻ. ചിലർക്ക് പരിപ്പ് ഈ ഒരു രീതിയിൽ തന്നെ കിടക്കുന്നതായിരിക്കും ഇഷ്ടം. അതായത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, എന്നാൽ ഉടയുമില്ല. ആ ഒരു രീതിയിൽ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. ഒരിത്തിരി കൂടി വേവിച്ച്, അതായത് ഒരു ഉടയുന്ന പരുവം ആയി വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നല്ലപോലെ തിളച്ചിട്ട് ആ പടവലങ്ങ അതിൽ കിടന്ന് നന്നായി വെന്ത് ഒന്ന് കുറുകി തിക്കായിട്ട് വരുന്ന ഒരു പരുവമാവണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. നല്ലപോലെ പടവലങ്ങ വെന്ത് വരട്ടെ, എന്നാൽ പടവലങ്ങ അങ്ങ് ഉടഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇനി ഒരു പിടിയോളം തേങ്ങ എടുക്കുക. ഞാൻ പീസസ് ആക്കിയിട്ട് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്താണ് കേട്ടോ, ചിരകിയതല്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു പിടി തേങ്ങ എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്, അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. നല്ല മഷി പോലെ അരയണം കേട്ടോ. തേങ്ങ ഒരുപാടങ്ങ് കൂടരുത്, ഈ ഒരു പിടി മതിയാവും. അപ്പോഴത്തേനും എന്താ പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ച് കൊണ്ടുവരാം. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്.
പടവലങ്ങ നന്നായിട്ട് വെന്തതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാൻ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസാക്കരുത്, എന്നാൽ ഒരുപാട് തിക്കായി ഇരിക്കരുത്. ഒരു മീഡിയം പരുവം ആ ഒരു രീതിയിലാണ്. കുറച്ചിങ്ങനെ കുറുകിയിരിക്കണം, എന്നാൽ വെള്ളം പോലെ ആവുകയും ചെയ്യരുത്, ഓവർ തിക്കാവുകയും ചെയ്യരുത് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ചിലർക്ക് ആ ഒരു പരിപ്പ് അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അതായത് ഉടയുന്ന പരുവത്തോളം ആവരുത്, ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് എടുക്കുന്നതും നല്ലതാണ്. പക്ഷെ ഒത്തിരി അങ്ങ് ഉടങ്ങി അങ്ങ് മിക്സ് ആവരുത്. ആ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ചൊരു തിക്നെസ് ഉണ്ടാവും, അപ്പോഴാണ് ആ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തനി നാടൻ റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഈ കടലപ്പരിപ്പ് കൊണ്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. നമുക്ക് സാമ്പാർ പരിപ്പ് കൊണ്ട്, തൂരപ്പരിപ്പ് കൊണ്ട് ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കടലപ്പരിപ്പ് കൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കടലപ്പരിപ്പ് കൊണ്ടും അതുപോലെ തന്നെ പടവലങ്ങ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പ് ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാമ്പാർ പരിപ്പ് കൊണ്ടും അതുപോലെ തന്നെ പടവലങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. പലർക്കും പടവലങ്ങ ഒന്നും അധികം ഇഷ്ടമില്ലാത്തവരുണ്ടാവും. പക്ഷേ ആ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. വീഡിയോസ് ഇതുപോലെയുള്ള നാടൻ സിമ്പിൾ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത്. ഏതെങ്കിലും റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ റെസിപ്പീസാണ് നമ്മൾ കൂടുതലും ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.